നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിങ്സ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയണം. പിന്നെ ഇത് നിങ്ങൾക്ക് വേണ്ട റീഡിങ്സ് ആണ്. ഇന്നത്തെ നിങ്ങളുടെ കറൻറ്റ് സമയം, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കണക്റ്റ് ചെയ്തുള്ള റീഡിങ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്ത് റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് ഉള്ളതാക്കാൻ ശ്രമിക്കുക. അതുപോലെ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അഫർമേഷൻസുകൾ എഴുതുക. നിങ്ങൾ മുടങ്ങാതെ അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുകയുള്ളൂ എന്നും, നിങ്ങൾ 2-3 ദിവസം കഴിയുമ്പോഴത്തേനും എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നത് കൊണ്ടൊന്നും യാതൊരു അർത്ഥവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ, നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ആകുന്ന എനർജീനെ പുറം തള്ളിക്കളഞ്ഞാൽ മാത്രമേ നിങ്ങൾ അഫർമേഷൻസ് എഴുതുന്നത് കൊണ്ട് ഫലമുണ്ടാവുകയുള്ളൂ. ആവശ്യക്കാരൻ ഔചിത്യം പാടില്ല എന്ന് പറയും പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ സാമ്പത്തികമായിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ മറ്റു വ്യക്തിബന്ധങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ജീവിത പുരോഗതി ആയിക്കോട്ടെ, നിങ്ങൾ എന്താണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് ചിന്തിച്ച് നിങ്ങൾ അഫർമേഷൻസുകൾ മുടങ്ങാതെ എഴുതുക. 2026 നിങ്ങളുടെ വർഷമാക്കി, നിങ്ങളുടെ വിജയത്തിൻ്റെ വർഷമാക്കി എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി, നിങ്ങളുടെ ബ്ലോക്കേജ്, കറൻറ്റ് സിറ്റുവേഷൻസുകൾ, ഫ്യൂച്ചർ, അതുപോലെ തന്നെ കർമ്മ എനർജികൾ, അത് പൂർവിക കർമ്മ, നിങ്ങളുടെ പൂർവ്വജന്മ കർമ്മ, ഇതെല്ലാം കണക്റ്റ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് പരിഹാരം സഹിതം നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന റീഡിങ്സൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു, ഇതൊരു പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. വരാഹി മന്ത്രം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് കണക്റ്റ് ചെയ്ത് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മണി അഫർമേഷൻസ് മുടങ്ങാതെ ചൊല്ലുക കേട്ടോ. ലൈഫിൽ വലിയൊരു മാറ്റം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും മണി അഫർമേഷൻസ് നിങ്ങൾ മുടങ്ങാതെ ചൊല്ലിക്കഴിഞ്ഞാൽ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാൻ നൈറ്റ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആക്ഷൻ എടുക്കണം. നിങ്ങൾ വളരെ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ദിവസമാണ്. ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് സ്റ്റാർട്ടിങ് എനർജിയാണ്. പല കാര്യങ്ങളിലും ഇന്ന് നിങ്ങൾക്കൊരു തുടക്കം കുറിക്കാൻ പറ്റുന്നു എന്നാണ് നമുക്ക് കാണുന്നത്. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും നിങ്ങൾക്ക് വളരെ പോസിറ്റീവാകുന്ന ചില സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്രയും കാലം നിങ്ങൾക്ക് എതിരായിട്ട് നിന്ന പല കാര്യങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതായിട്ട് കാണുന്നു. അത് സാമ്പത്തികമാവാം, ഹെൽത്ത് പരമാകുന്ന കാര്യങ്ങളാവാം. ഹെൽത്ത് ഇഷ്യൂ ആയിട്ടൊക്കെ നടക്കുകയും അതിന് മരുന്നും മറ്റു കാര്യങ്ങളും പ്രതിവിധിയൊക്കെ നോക്കിക്കൊണ്ടിരുന്നവർക്ക് അതിൻ്റെ ഗുണം വരാൻ പോകുന്നു കേട്ടോ. നിങ്ങൾ ഹെൽത്ത് പരമായിട്ട് എന്ത് പ്രശ്നമാണോ നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നത് അത് നിങ്ങളിൽ നിന്നും അവസാനിക്കുന്നതായിട്ടും നിങ്ങൾ നല്ലൊരു പൂർണ്ണമായിട്ടും ആരോഗ്യമായി ഒരവസ്ഥയിലേക്ക് മാറുന്നു എന്നുകൂടി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും ബ്ലോക്കായിട്ട് നിന്ന പല കാര്യങ്ങളും സാമ്പത്തികമാവാം, കരിയർ ആവാം, നിങ്ങൾക്ക് ലഭിക്കേണ്ട ആ ഒരു ആനുകൂല്യങ്ങളാവാം, നിങ്ങൾക്ക് ലഭിക്കേണ്ട ആ ഒരു സ്ഥാനമാനങ്ങളാവാം, അതെല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങളുടെ ആ ഒരു ഡാർക്ക് എനർജി, ആ ഒരു ഇരുണ്ട സിറ്റുവേഷൻസ്, ഇരുണ്ട യുഗം എന്നൊക്കെ നമുക്ക് പറയാം, നിങ്ങൾ ഇത്രയും നാളും സ്ട്രഗിൾ ചെയ്ത അവസ്ഥ മാറി നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നു, നീതി ലഭിക്കുകയാണ് ഇനി മുന്നോട്ടേക്കെന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ആരെങ്കിലും ചീറ്റിംഗ് ചെയ്തിരുന്നുവെങ്കിൽ അവരിനി കർമ്മ എനർജിയിലേക്ക് മാറുകയാണ്. നിങ്ങളുടെ മുമ്പിൽ തന്നെ അവർ ചെയ്ത തെറ്റിൻ്റെ ഫലം അവർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നുകൂടി നമുക്ക് എനർജിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങളോട് ഇവിടെ വേറെ കുറച്ച് എനർജിയിലേക്ക് നോക്കുമ്പോൾ പറയുന്നത് ഇന്നത്തെ ദിവസം എല്ലാ കാര്യത്തിലും ഒരു ബൗണ്ടറി തീർക്കണം കേട്ടോ. ഒന്ന് റിലാക്സ് ആവുക, ഒരു കൂൾ ആൻഡ് എനർജിയിൽ, ഒരു കാം ആൻഡ് ക്വയറ്റ് എനർജിയിലേക്ക് നിങ്ങളൊന്ന് മാറേണ്ട സമയമാണ് ഇനി അങ്ങോട്ടേക്ക്. അതായത് ഒരു ബൗണ്ടറി തീർക്കണം. ഒരു രീതിയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു പേടി നല്ലതാണ്. അതായത് ഭയമില്ലായ്മയും ചില വലിയ
ആപത് ഘട്ടങ്ങളിലേക്ക് ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയൊരു ഭയം നിങ്ങൾക്കുള്ളത് നല്ലതാണ് മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ജീവിതത്തിലെന്നാണ് കാണുന്നത്. ഭയം എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവാണ്. അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് നൽകുന്ന ഒരു ഗൈഡൻസ് ആണ്. അരുത് എന്നുള്ളൊരു ഗൈഡൻസ് ആണ് ഭയം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും സിറ്റുവേഷൻസിൽ നിങ്ങൾ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പം അവിടെ നിങ്ങൾക്കൊരു ഭയം അല്ലെങ്കിൽ ഒരു ഒരു സങ്കുചിത, അത് വേണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ആശങ്ക നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക, അവിടെ ഒരു ബൗണ്ടറി തീർക്കുക എന്നാണ് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫൈവ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് നിങ്ങളിൽ ചിലർക്കൊരു ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പ്രതീക്ഷയോടുകൂടി ഫോക്കസ് ചെയ്ത ഒരു കാര്യത്തിൽ നിങ്ങളോട് കോമ്പറ്റീഷൻ, മത്സരിക്കാൻ ആരെങ്കിലും കണക്റ്റ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം നിന്ന ഒരു ആളുകൾ നിങ്ങളോട് മത്സരിക്കുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിച്ച ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ചറിയേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങളെ ചതിച്ച ഒരു സാഹചര്യത്തിൽ നിങ്ങളിന്ന് പ്രതിരോധിക്കുന്നു. അതായത് നിങ്ങളത് എതിർത്ത് കാര്യങ്ങൾ ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് ചില ബന്ധങ്ങളിൽ നിന്നും പുറത്തു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളോടൊപ്പം ആരെങ്കിലുമൊക്കെ കൂടെയും ഉണ്ടാവാം. ആ ഒരു സാഹചര്യത്തിൽ നിന്നും വിട്ടുപോകുന്നതിന് കാരണമാകുന്നുണ്ട്. അതായത് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്നുള്ളൊരു ചിന്ത നിങ്ങൾ എവിടെയാണോ സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നത്, എവിടെയാണോ നിങ്ങളൊരു പൂർണ്ണത കൊടുത്ത് സമർപ്പണ ബോധത്തോടു കൂടി നിങ്ങൾ നിന്നിരുന്നത്, അവിടെ നിങ്ങളെ ചതിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ നിങ്ങളോട് മത്സരിക്കുന്നവരാണ് നിങ്ങളോടൊപ്പം നിന്നതെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകാനും ഒരു പക്ഷേ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ സൈലൻ്റായിട്ട് നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറിപ്പോകാനുള്ള ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് നിങ്ങളും ക്ലിയറായിട്ട് സംസാരിക്കാനുള്ള ഒരിടയും വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു എസ്കേപ്പിംഗ് എനർജിയാണ്, ഓവർകം ചെയ്യുക എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളൊന്ന് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മാറിപ്പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണെന്നുള്ള ഒരു എനർജി കൂടി കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 6 ഓഫ് സോഴ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. ടോക്സിക് ഫീലിങ്സ് ഉള്ളിടത്ത് നിന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസം, ഇന്നു മുതൽ നിങ്ങൾ ആ സാഹചര്യം ഉപേക്ഷിക്കണം. നിങ്ങൾക്ക് വേദന മാത്രം നൽകുന്ന അൺഹെൽത്തി ഫീലിങ്സ് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സാഹചര്യത്തിൽ നിന്നും പുറത്ത് കടക്കണം. നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്കൊരു ഒരു സ്ട്രോങ് ആയ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏത് തരത്തിൽ, എത്ര ഇമ്പോർട്ടൻ്റ് ആയ റിലേഷൻ ആയാലും, എത്രത്തോളം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സാഹചര്യമായാലും, അത് കരിയർ പാതയായിക്കോട്ടെ, അതല്ലെങ്കിൽ ബന്ധങ്ങളായിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങൾക്ക് അൺഹെൽത്തി ഫീലിങ്സ് തോന്നുന്നിടത്ത് നിന്നും തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നും നോക്കാതെ പുറത്ത് കടക്കുക. ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളും അത് മാനേജ് ചെയ്യാൻ നിൽക്കാതെ, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ വഴങ്ങിക്കൊടുത്ത് നിൽക്കാതെ നിങ്ങളോട് പുറത്തു പോകാനാണ് നമ്മളോട് ഏഞ്ചൽസ് പറയുന്നത്. അതായത് നിങ്ങൾക്കൊരു നല്ലൊരു സ്ട്രോങ് ആകുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻ വേണമെങ്കിൽ നിങ്ങൾ ആ ഒരു ടോക്സിക് സിറ്റുവേഷൻസ് എന്തായിക്കോട്ടെ അവിടെ നിന്ന് പുറത്ത് കടക്കണം. കാരണം നമുക്ക് വേദന, ഒരു അസംതൃപ്തി മാത്രം നൽകുന്നു, അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ട് ഫീൽ ചെയ്യുന്നു, നമുക്ക് ഫ്രീ ആയിട്ട് ശ്വസിക്കാൻ പോലും പറ്റാത്ത വിധമുള്ള ഒരു വീർപ്പുമുട്ട് നിങ്ങൾ എവിടെയാണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അവിടെ നിന്ന് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പുറത്ത് മാറിക്കൊള്ളുക. കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങളോടൊപ്പം ഉണ്ടാകും ഒരു കുറച്ച് കാലവും കൂടി. ഏകദേശം നമുക്കിതിനകത്ത് നോക്കുമ്പോൾ ഇപ്പം നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കടന്നാൽ കൂടിയാലൊരു 6 മന്ത്സ് കൂടി നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 5-6 മാസക്കാലവും കൂടി നിങ്ങളൊന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷേ പിന്നെ നിങ്ങൾക്ക് മുന്നിലായിരിക്കും നിങ്ങളെ തകർത്തിരുന്ന, നിങ്ങളെ വേദനിപ്പിക്കുകയും നിങ്ങളെ ഒന്നുമല്ലാതെ വട്ടപൂജ്യമായി കണ്ടിരുന്നവരുടെ മുന്നിൽ നിങ്ങൾക്ക് വിജയമുണ്ടാവാൻ പോകുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കാത്തിരിപ്പിന് സമാപനം കുറിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒരു ഫ്യൂച്ചർ പ്ലാനോട് കൂടിയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഓൾറെഡി നിങ്ങളൊരു സിറ്റുവേഷൻസിൽ നിൽക്കുന്നുകൊണ്ട് തന്നെ രണ്ടാമതൊരു സാഹചര്യത്തെയും കൂടി നിങ്ങൾ ബിസിനസ് സംബന്ധമായിട്ടോ കരിയർ എനർജിയെ ബേസ് ചെയ്ത് തന്നെ നിങ്ങൾ മറ്റൊരു സിറ്റുവേഷൻസിനെയും കൂടി ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ
ഒരു പക്ഷേ ഒരു വിദേശ യാത്രയ്ക്കൊക്കെ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കാം. ഓൾറെഡി ഒരു ജോബ് ഉണ്ടെങ്കിലും അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റു കുറച്ച് നാളത്തേക്ക് ഒരു ചേഞ്ചിങ് ആയിട്ടോ എന്താണേലും നിങ്ങൾക്കൊരു പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടൊരു ഫ്യൂച്ചർ പ്ലാനിങ് നിങ്ങൾ കുറേ നാളുകളായിട്ട് ഫോക്കസ് ചെയ്തിരുന്നവർക്ക് സ്വപ്നം റിയാലിറ്റി ആകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വരുന്നു കേട്ടോ. അതിനുള്ള ഒരു ഗുഡ് ന്യൂസ് എനർജി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ ഉണ്ടായിരുന്ന ബ്ലോക്കിനെ ഭേദിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് കടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന ദിവസം തന്നെ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് വരാൻ സാധ്യതയുണ്ട്. ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം നിങ്ങളെ തേടി വരുന്നു. പക്ഷെ നിങ്ങളുടെ മനസ്സൊരുങ്ങണം കേട്ടോ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് പോലെ നമ്മൾ എന്താണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതെന്നൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ചിന്തയിൽ പോസിറ്റീവാണോ, ഫ്യൂച്ചറിനെ കുറിച്ചാണോ, അതോ നിങ്ങൾ പാസ്റ്റിലെയാണോ ചിന്തിക്കുന്നതെന്നൊന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് ഫോക്കസ് ചെയ്യണം കേട്ടോ. നമ്മൾ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നെങ്കിൽ ആ കഴിഞ്ഞു പോയത് തന്നെ നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സങ്കല്പമാണ്, വരാൻ പോകുന്നതാണ്. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ കറൻറ്റ് സിറ്റുവേഷൻസിൽ നിന്നുകൊണ്ട് നമ്മൾ ഫ്യൂച്ചറിനെ ഫോക്കസ് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ വെറുതെയാണ് ഞാനിത് വായിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും. നിങ്ങളത് ക്രിയേറ്റ് ചെയ്യണം. ഒരു സ്റ്റോറി പോലെ നിങ്ങളതിനെ സൃഷ്ടിച്ചെടുക്കണം. നിങ്ങൾക്ക് ഫ്യൂച്ചറിനൊക്കെ ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ സ്വപ്നം കാണണം. അല്ലെങ്കിൽ മനസ്സിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ ഇന്ന തലത്തിലൂടെ പോകും, ഇന്ന സ്ഥാനത്തെത്തും, നിങ്ങൾ ഇന്നത് നേടും, ഇന്ന അവസ്ഥയിൽ എൻ്റെ ബന്ധങ്ങൾ കൊണ്ടുപോകും, ഇന്ന വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ഇന്ന സാഹചര്യവുമായിട്ട് ഞാൻ ഇന്ന രീതിയിൽ ഇണങ്ങി ചേർന്ന് നിൽക്കും എന്ന് നിങ്ങൾ പറയണം. സംസാരിച്ചാണെങ്കിലും നിങ്ങളത് ആ ഒരു സങ്കല്പ ലോകത്തിലേക്ക് മാറിയാൽ മാത്രമാണ് മാറ്റം ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ ഞാനീ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതുമെല്ലാം ഒരു പൊട്ടിയ കുടത്തിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് പോലെയായിരിക്കും. അത് കഴിയുമ്പോൾ അതവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അതിനൊന്ന് ശ്രമിച്ചേ പറ്റൂ. നമ്മളിപ്പോൾ പറയില്ലേ, ഇപ്പോൾ എൻ്റെ വാക്കിനെ നിങ്ങൾ കേൾക്കണമെന്ന് അടിച്ചേൽപ്പിക്കുകയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക, അല്ലാത്ത വിട്ട് കളയുക കേട്ടോ. അതുപോലെ തന്നെ 8 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ചില വ്യക്തികൾ ഫാമിലി ബന്ധത്തിൽ നിന്നും, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്നും നിങ്ങൾ ഇറങ്ങിപ്പോകാൻ സാധ്യത കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാ സ്നേഹത്തെയും ബന്ധത്തെയും ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കുറച്ച് ആളുകളുടെ എനർജി വരുന്നുണ്ട്. ഒരു പക്ഷേ പേരൻസുമായിട്ടൊരു അഭിപ്രായ ഭിന്നതയാവാം, സഹോദരങ്ങളുടെ ഇടയിൽ ഒരു അഭിപ്രായ ഭിന്നത വരുന്നുണ്ട്. ഒരു ഇമോഷണൽ ലോസ് നിങ്ങളുടെ കുടുംബ ബന്ധവുമായിട്ട്, ഫാമിലി ബന്ധങ്ങളുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഒറ്റപ്പെടൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു സോൾ സെർച്ചിങ് എനർജിയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിലൊരു ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങളതനുസരിച്ച് ആക്ഷൻ എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. ബന്ധങ്ങളിൽ നിന്നൊക്കെ കുറച്ചൊന്ന് അകന്ന് നിൽക്കുന്നതും നമുക്കും നല്ലതാണ്, അവർക്കും നല്ലതാണ്. നമ്മൾ ഒരുപാട് മിങ്കിൾ ചെയ്യാൻ പോയാൽ, ഒരുപാട് കണക്റ്റ് ചെയ്യാൻ പോയാൽ നമുക്ക് വാല്യൂ ലഭിക്കാതെ പോകും. നമ്മുടെ പ്രസൻസ് കുറയുന്നതാണ് എപ്പോഴും നമ്മൾക്ക് വിലയുണ്ടാകുന്നത്. അതായത് നമ്മൾ അകലം കൂടുന്തോറും മനസ്സുകൊണ്ടുള്ള അടുപ്പം കൂടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ദുഃഖിക്കേണ്ട. ഒരു പക്ഷേ എന്തെങ്കിലും അഭിപ്രായ ഭിന്നതയാവാം, സാമ്പത്തികപരമാകുന്ന എന്തെങ്കിലും സംസാരങ്ങളാവാം, അല്ലെങ്കിൽ സാഹചര്യത്തിലുണ്ടാകുന്ന സമ്മർദ്ദം കൊണ്ടാവാം. ഒന്ന് നിങ്ങൾ വിട്ടു നിൽക്കേണ്ട സമയമാണ്. നിങ്ങൾ വിട്ടു നിൽക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പൂർണ്ണതയില്ലായ്മ ഫീൽ ചെയ്യുന്നു ടോട്ടലി. പക്ഷെ അതിൽ നിന്ന് മാറി നല്ലൊരു ഇതിലേക്ക് വരും കേട്ടോ. നെക്സ്റ്റ് നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു ഇമോഷണൽ ചീറ്റിങ് നിങ്ങളിൽ ചിലർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ചതി സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഇമോഷണലി കണക്റ്റഡ് ആണ് എന്ന് ചിന്തിക്കുന്ന ഇടത്ത് നിന്നുമാണ് നിങ്ങൾക്ക് ഇമോഷണൽ ചീറ്റിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ട്രാപ്പ് എനർജിയിലാണ് കേട്ടോ കുറച്ച് ആളുകളുടെ എനർജി. അത് ഇമോഷണലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ സാഹചര്യം കൊണ്ടാവാം ആ ഒരു സ്ഥലത്തൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്നു. പക്ഷെ നിങ്ങൾ ശക്തമായിട്ട് ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കവിടെ അത് കണക്റ്റ് ചെയ്ത് പോകണമെങ്കിൽ പോകുക, അതല്ല എങ്കിൽ നിങ്ങൾ അതിൽ നിന്നും പുറത്ത് കടക്കുക കേട്ടോ. അതുപോലെ കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് ഒരു റീയൂണിയൻ പ്രസൻസ് വരുന്നുണ്ട് കേട്ടോ. കുറേ കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് നിങ്ങൾ പിരിഞ്ഞു നിന്ന, അതായത്
അതായത് ഒരു വിധിയുടെ ഫലമായിട്ട് നിങ്ങൾ പിരിഞ്ഞു നിന്ന ചില വ്യക്തികൾ തമ്മിൽ ഇപ്പോൾ കണക്റ്റഡ് ആകുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയുടെ ഫലമായിട്ടോ മറ്റും സംഭവിച്ച ഒരു നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഒന്നുമില്ലാതെ പിരിഞ്ഞു നിന്ന ചില വ്യക്തികൾ റീകണക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ അവസാനിക്കുന്നു, നിങ്ങൾ റീയൂണിയൻ പ്രസൻസ് വരുന്നു എന്ന് കാണുന്നുണ്ട്. അതായത് എംബറസ് എനർജി വരുന്നുണ്ട്, ലൈഫിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, ഭാഗ്യം കടന്നു വരുന്നുണ്ട്. വരുന്ന ഭാഗ്യം വളരെയധികം ആലോചിച്ച് ബുദ്ധിപൂർവമേ സ്വീകരിക്കാവുള്ളൂ. കാരണം അവിടെ പോസിറ്റീവും നെഗറ്റീവുമായ സിറ്റുവേഷൻസുകൾ വരുന്നുണ്ട്. അതായത് ഒരു ശുക്രദശയിലേക്ക്, ശുക്രൻ്റെ ഒരു സമയത്തിലേക്ക് നിങ്ങളിൽ കുറേ ആളുകൾ കടക്കുന്നുണ്ട്. അട്രാക്ഷൻ ഫീൽ ചെയ്യാം, ഇമോഷണൽ അട്രാക്ഷൻസുകൾ ഉണ്ടാവാം, വളരെ വികാരത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കേണ്ട ഒരു സിറ്റുവേഷൻസാണ് കേട്ടോ. അമിതമായിട്ട് വികാരത്തിന് അടിമപ്പെട്ടു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതായത് മുന്നിൽ വരുന്നതെല്ലാം പോസിറ്റീവാണ് എന്ന് ചിന്തിക്കരുത്. പല ഭാവത്തിലും പല രൂപത്തിലും പലതും നമ്മളെ ഭ്രമിപ്പിക്കാൻ കടന്നു വരും. അപ്പോൾ അതിലേതാണ് നല്ലത് ചീത്തയെന്ന് തിരിച്ചറിയണമെങ്കിൽ നല്ല ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളൊരു സ്പിരിച്വാലിറ്റിയിലേക്ക് മാറണം. പ്രാർത്ഥന പോലുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. തീർച്ചയായിട്ടും നേർവഴി നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ചൊരു സ്പിരിച്വൽ യാത്രയിലേക്ക് പോകേണ്ട സമയമായി കേട്ടോ. ചിലരൊക്കെ ഒരു സ്പിരിച്വാലിറ്റീനെയൊക്കെ ആഗ്രഹിക്കുന്ന കുറച്ച് എന്താ പറയുക, ഒരു ഹെൽത്തി സിറ്റുവേഷൻസ്, ഒരു സെൽഫ് റെസ്പെക്റ്റിലേക്കൊക്കെ മാറുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ആഗ്രഹമാവാം, നിങ്ങൾ എഫോർട്ട് എടുക്കാൻ തയ്യാറായ ഒരു സിറ്റുവേഷൻസ് ആവാം. അതുപോലെ തന്നെ കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് മാർഗ്ഗനിർദ്ദേശം കൊടുക്കാൻ പാകത്തിനൊരു ഗുരുസ്ഥാനത്തേക്ക് മാറുന്നതായിട്ടുള്ള എനർജിയും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ, മറ്റുള്ളവരെ വിധിക്കാൻ പാകത്തിന്, മറ്റുള്ളവരെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോളിൽ നിർത്താൻ അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകളിൽ നിർത്താൻ പാകത്തിന് നിങ്ങളൊരു പൊസിഷൻ ചേഞ്ചിങ് വരുന്നുണ്ട്. അതും നിങ്ങളുടെ എഫോർട്ടിൻ്റെ ഫലമായിട്ട് നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നതാണ്. സ്റ്റാർ എനർജിയാണ് വന്നിരിക്കുന്നത്. ഫ്യൂച്ചർ സക്സസ് വരുന്നു. നിങ്ങളുമായിട്ട് നിങ്ങളുടെ സോൾ കണക്ഷൻസുകൾ, നിങ്ങളിലേക്ക് വരുന്നതെല്ലാം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സോൾ കണക്ഷൻസ് ആയിരിക്കും. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഒരു ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആരെയാണോ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഫ്യൂച്ചറിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള എനർജിയാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ സ്വപ്നം, ഇപ്പം സ്റ്റക്കായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആകുമെന്നാണ് കാണുന്നത്. യെസ് എന്നൊരു എനർജി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളിവിടെ ചതിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ബ്ലാക്ക് മാജിക്ക് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ബ്ലോക്കിംഗ് സമയമാണോ, നെഗറ്റീവ് സമയമാണോ? ബന്ധനങ്ങൾ, നഷ്ടങ്ങൾ, സാമ്പത്തിക ലോസ്, എല്ലാ മേഖലകളിലും നിങ്ങൾക്കൊരു സ്തംഭനാവസ്ഥയാണോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണ് കേട്ടോ. ഇപ്പം നിങ്ങളുടെ സമയം മോശമാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു പവർ ലോസ് വന്ന് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഇരയാക്കപ്പെടാൻ സാധ്യതയുണ്ട്, ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം വരാൻ സാധ്യതയുണ്ട്, അതിനെ സംബന്ധിച്ച് ഹെൽത്ത് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വിശ്വസിച്ച ചില വ്യക്തികൾ നിങ്ങൾക്കിടെ മുന്നിൽ ഒരു ചീറ്റിംഗ് പ്രസൻസോട് കൂടി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പ്രപഞ്ചത്തിൽ, അതായത് ഡിവൈനിൽ, ദൈവികമാകുന്ന സ്പിരിച്വാലിറ്റിയിൽ അഭയം പ്രാപിക്കുക കേട്ടോ. നിങ്ങളോടൊപ്പം ഉള്ളവരിലല്ല അഭയം പ്രാപിക്കേണ്ടത്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവികമാകുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ അഭയം പ്രാപിക്കേണ്ട സമയമാണ്. ഫൊർഗീവ്നെസ് കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സഹായിച്ച, നിങ്ങൾ ചേർത്ത് നിർത്തിയ വ്യക്തികൾ നിങ്ങളെ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങളെക്കുറിച്ച് മോശം പറയുന്നുണ്ട്, നിങ്ങൾ കൊടുത്ത സപ്പോർട്ടിനൊന്നും ഒരു വാല്യൂം കൽപ്പിക്കാത്ത രീതിയിൽ അവർ പെരുമാറുന്നുണ്ട്. അവിടെ ഫൊർഗീവ്നെസ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. ലുക്ക് ഫോർ എ സൈൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങളിൽ കുറച്ച് ആളുകളുടെ ലൈഫ് ചേഞ്ച് ആവുന്നുണ്ട്, ഗ്രോത്തിലേക്ക് പോകുന്നുണ്ട്. നിങ്ങളുടെ ഡെസ്റ്റിനി, അതായത് നിങ്ങളുടെ വിധി, പോസിറ്റീവ് സമയം വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സൈനുകൾ നിങ്ങൾക്ക് ചുറ്റും തന്നെയുണ്ട്. നിങ്ങൾക്കത് ചിലപ്പോൾ ഏഞ്ചൽസ് മെസ്സേജ് ആയിട്ടാവാം,
അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രകൃതിയിൽ കാണുന്ന ചില മാറ്റങ്ങളാവാം, ചില സ്വപ്ന ദർശനങ്ങളാവാം, ചില വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതാവാം. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതും വ്യക്തികളുടെ രൂപത്തിലാവാം, സാഹചര്യങ്ങളുടെ രൂപത്തിലാവാം. പ്രകൃതി നിങ്ങളെ കൈവിട്ടിട്ടില്ല എന്നുള്ളൊരവസ്ഥ. നിങ്ങളുടെ സമയം പോസിറ്റീവാണ്, ഗുഡ് ലക്ക് എനർജിയാണ്. അതിനുവേണ്ട സൈനുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് കേട്ടോ. റിക്കവറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ബെർഡൻ, ആവശ്യമില്ലാത്ത ബെർഡൻ നിങ്ങൾ ചുമക്കുന്നുണ്ടെങ്കിൽ, ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിങ്ങൾ പെട്ട് നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വിധമുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തലയിലേറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ റിക്കവറി എന്നാണ് നമ്മളോട് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിന്നും വീണ്ടെടുക്കുക, നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്ത് കടക്കുക എന്നെടുക്കുകയാണ്. വീണ്ടെടുക്കലിൻ്റെ സമയമാണ് കേട്ടോ. അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉറങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ ശക്തിയെ നിങ്ങൾ പുറത്തെടുക്കാനാണ് പറയുന്നത്. അതുകൊണ്ടാണ് റൈറ്റ് ഹീലിംഗ് ചെയ്യുക, അഫർമേഷൻസ് എഴുതുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. 1 മണിക്കൂർ, അരമണിക്കൂറെങ്കിലും നിങ്ങൾ ആ ഒരു വിശ്വസിക്കുന്ന ആ ഒരു എനർജിയുമായിട്ട് കണക്റ്റ് ചെയ്ത് കുറച്ച് സമയം ഇരുന്ന് കണ്ണുകളടച്ച് നല്ല ശക്തമായി പ്രാർത്ഥിക്കുക. ഇതൊന്നും പ്രതിഫലം ഇച്ഛിക്കാതെ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. 21 ദിവസം കൊണ്ട് കിട്ടണം, 48 ദിവസം കൊണ്ട് കിട്ടണം എന്നുള്ള ആ ഒരു പരിപാടി സ്റ്റോപ്പ് ചെയ്യുക. ഇത് ദിനചര്യയായിട്ട് തന്നെ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ചെയ്തു പൊയ്ക്കോളുക. നിങ്ങളുടെ കർമ്മയുടെ ഹീലിങ്ങും നിങ്ങളുടെ വർഷങ്ങളായിട്ട് മനസ്സിൽ കിടക്കുന്ന നിങ്ങളുടെ നെഗറ്റീവ് ട്രോമകളെല്ലാം പുറത്തേക്ക് പോയി നിങ്ങൾ പോലും അറിയാത്തൊരു സമയത്ത് നിങ്ങൾക്ക് വലിയൊരു സക്സസ് വന്നു ചേരുമെന്നുള്ളതിന് യാതൊരു